ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9-ാം പ്രതിക്ക് ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. പ്രോസിക്യൂട്ടർ ഒത്തുകളിച്ചതിനെ തുടർന്ന് 9-ാം പ്രതിയായ SFI നേതാവിന് ജാമ്യം കിട്ടിയെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഷബ്നയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, എന്തായാലും പ്രോസിക്യൂട്ടർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനി അത് ഹൈക്കോടതിയിലേക്ക് കൂടി കൂടുതൽ നടപടികൾക്ക് ഒരുങ്ങുകയാണോ സർക്കാർ? സ്വാതി, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂട്ടർക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ED തന്നെയായിരുന്നു. ED ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത് ഈ പ്രോസിക്യൂട്ടർ പ്രതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നതാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇന്നിപ്പോൾ ഏതായാലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T. ആസഫ് അലിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയിലടക്കം ഇനി ഹാജരാകുക സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരിക്കും എന്ന തീരുമാനത്തിലെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതിയിൽ DGP തന്നെയായിരിക്കും അപ്പീൽ ചെയ്യുക. വിചാരണ കോടതിയിലും അതോടൊപ്പം തന്നെ താഴെ കോടതിയിൽ ജാമ്യം നൽകുന്ന വേളയിലൊക്കെ ആയിരിക്കും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹാജരാകുക. ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ ഒരു അപ്പീൽ ഇന്ന് അവധിയാണ് എങ്കിലും ഓൺലൈനായി ഇന്ന് തന്നെ ഒരുപക്ഷെ അപ്പീൽ ഫയൽ ചെയ്യാനാണ് സാധ്യത. നാളെ ഏതായാലും ഇത് ഒരു ഹൈക്കോടതിയുടെ ബെഞ്ചിൽ വന്നേക്കാം. സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ 9-ാം പ്രതിയായ ഹരീഷിന് ജാമ്യം അനുവദിച്ചത് അത് കോടതി കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്താതെയാണ്. കൃത്യമായി തെളിവുകൾ ഉണ്ടായിരുന്നു. പ്രോസിക്യൂട്ടർക്കും അതിനനുസരിച്ച് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ അലംഭാവം കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രതിയുടെ ജാമ്യം റദ്ദാക്കണം എന്നൊരാവശ്യമായിരിക്കും സംസ്ഥാന സർക്കാർ അപ്പീലിലൂടെ ആവശ്യപ്പെടുക. ED ഒരുപക്ഷെ ഈ കേസിൽ കക്ഷി ചേരാനാണ് സാധ്യത.